ഹായ് ഫ്രണ്ട്സ്, സോനു ഫാബ്രിക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പാലക്കാട് ടൗണിനടുത്ത് ചെയ്തൊരു വർക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലാറ്റിൻ്റെ വർക്കാണ്. അപ്പോൾ 2 ഫ്ലാറ്റ് വരുന്നുണ്ട് ഇതിൽ. 2 അപ്സ്റ്റെയറിൽ ഒരെണ്ണം, താഴെ ഒരെണ്ണമായിട്ട്. അപ്പോൾ ഇവിടെ മുന്നേ വന്നിട്ട് നമ്മൾ അളവെല്ലാം എടുത്ത് പോയിട്ട് ഷോപ്പിലിട്ടിട്ട് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് ഫിറ്റിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ കാണിക്കുന്നുള്ളത്. അപ്പോൾ താഴത്തെ ഫ്ലോറിലാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ താഴത്തെ ഫ്ലോറിൻ്റെ കുറച്ച് ക്ലീനിങ് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിലെ സെയിം വർക്ക് തന്നെയാണ് മുകളിലും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ മുകളിലെ വർക്കാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ചെയ്യാണ്ട്, അതിൻ്റെ ടോപ്പിലായിട്ട് 2 കബോർഡ് ചെയ്യാണ്ട്, പിന്നെ 2 ബെഡ്റൂമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 2 ബെഡ്റൂമിലും നമുക്ക് ഓരോ വാർഡ്രോബ് ചെയ്യാണ്ട്. പിന്നെ വന്നിട്ടുള്ളത് കിച്ചണിലെ വർക്കാണ്. കിച്ചണിൽ നമുക്കൊരു അത്യാവശ്യം വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ വർക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ വർക്ക് പഠിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും വർക്ക് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഈ വാൾഡ്രോബിൻ്റെ ഫുള്ള് സെറ്റ് ചെയ്യണ വർക്ക് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലെ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യണത്. അപ്പോൾ അത് ബ്ലാക്ക് കളറ് സിലിക്കോൺ വെച്ചിട്ടാണ് ഈ ഷീറ്റ് ഭിത്തിയിൽ ഫിക്സ് ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ വർക്ക് മാത്രം കാണേണ്ട ആളുകൾക്ക് സ്കിപ്പ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് വർക്ക് മാത്രമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫുള്ളായിട്ട് വർക്ക് കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൈഡിൽ വരുന്ന ഷീറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ഹെഡ് സെക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഈ വാൾഡ്രോബിന് ഒരു ഹെഡ് പോലെ നമ്മൾ ചെയ്യാണ്. അപ്പോൾ അത് എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു 1 ഇഞ്ച് സ്ക്വയർ ഇതിൻ്റെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് 3/4 കര ക്ലീറ്റ് ആംഗിൾ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് 1/2 ഇഞ്ച് ഫ്രെയിമിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3 ക്ലീറ്റ് ആംഗിൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫ്രെയിമിലേക്കുള്ള ഓരോ ഫ്രീ ഹോളും അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഫ്രെയിമിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് 1/8 റിബിറ്റ് ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യണ വർക്ക് ഫുള്ള് ചെയ്യണത്. അപ്പോൾ ഈ സ്ക്വയർ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ഒരു ചെറിയൊരു ഡിസൈൻ ഫ്രെയിം വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഇഞ്ച് സ്ക്വയർ ഇതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെഡ് സെക്ഷൻ വെക്കാനുള്ള അളവെടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ ഷീറ്റിൻ്റെ പുറത്തേക്കുള്ള അളവാണ് എടുക്കുന്നത്. മൊത്തം നീളത്തിൽ നിന്ന് ഷീറ്റും കൂടി കൂട്ടിയിട്ട് അമാതിരി സൈഡ് അളവ് എടുക്കുമ്പോൾ നമ്മൾ ഈ 1 ഇഞ്ച് സ്ക്വയറും കൂടി കൂട്ടിയിട്ടാണ് അളവെടുക്കുന്നത്. പിന്നെ ആ സെക്ഷനൊന്ന് 45 ഡിഗ്രിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു സൈഡാണ് ഡിഗ്രി നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് 2 സൈഡിലേക്കും അധികം ഇട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അളവ് നോക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇതിൽ നമ്മൾ എടുത്ത അളവ് നമുക്കിതിൻ്റെ ഉൾഭാഗത്താണ് കിട്ടേണ്ടത്. അപ്പോൾ 45 ഡിഗ്രി
നമ്മൾ എക്സ്ട്രാ പുറത്തേക്ക് തള്ളിയിടുകയാണ് ചെയ്യുക. അപ്പോൾ അത് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഗ്രൈൻഡറിലൊന്ന് അതിൻ്റെ ലിപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്തെടുക്കണത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ 1 ഇഞ്ച് സ്ക്വയർ വെച്ചിരിക്കുന്നത് ഡോറ് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് നമുക്ക് പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷീറ്റിൻ്റെ ഭാഗത്ത് നമുക്ക് ഒപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുമാണ് ആ ഭാഗം നമ്മൾ ലിപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡോറ് വരുമ്പോൾ നമുക്ക് 2 സൈഡും ഒരേ മോഡലായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വർക്ക് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കണത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത 1 ഇഞ്ച് സ്ക്വയറിലേക്ക് താഴ്ഭാഗത്തുനിന്ന് റിബിറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. സൈഡ് വരുന്ന ഭാഗം നമ്മൾ ഈ സൈഡിൽ നിന്ന് ഒട്ടിച്ചിട്ടുള്ള ഷീറ്റ് ഈ ഹെഡ് സെക്ഷൻ്റെ കനം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അധികം ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് നമ്മൾ സൈഡിൽ നിന്ന് റിബിറ്റ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ സെക്ഷതിൽ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ക്ലാമ്പൊന്നും വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ ഷീറ്റും ഫ്രെയിമും തമ്മിൽ വരുന്ന ഫ്രണ്ടിലെ എഡ്ജ് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഒരു ലൈറ്റ് ആംഗിളാണ്. അപ്പോൾ അതിൽ സിലിക്കോൺ അടിച്ചിട്ടാണ് നമ്മൾ ഈ ഭാഗം കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രെയിമിൽ വരുന്ന വർക്കൊക്കെ ഇപ്പോൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡോറും കൂടെ ഇതിൽ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ കബോർഡിൽ 3 ഡോറാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത് ആയിട്ടാണ് 3ഉം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഷോർട്ട് ആമിൻ്റെ 4 ഇഞ്ചസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് സ്ലീക്ക് കമ്പനിയുടെ ഇഞ്ചസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിമിലേക്ക് നമ്മൾ ആർക്ക് 19 സ്ക്രൂവാണ് ഇഞ്ചസിൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ വാൾഡ്രോബിൻ്റെ ഔട്ടർ ഫ്രെയിമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 1.25 സ്ക്വയറാണ്. അപ്പോൾ ആ സ്ക്വയർ അത്യാവശ്യം തിക്നെസ് വരുന്ന ഫ്രെയിം തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ ഇഞ്ചസ് വരുന്ന ഭാഗങ്ങളിലെല്ലാം വുഡിൻ്റെ റീപ്പറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറിൽ വരുന്ന ഇഞ്ചസിൽ നമ്മൾ 532 റിബിറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വർക്കിന് ഒന്നുകൂടെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ വർക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡോറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോറുകളിൽ ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. 3 ഡോറിലും ഹാൻഡിലിൻ്റെ ഹോൾസ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യണത്. എന്നിട്ട് 3 ഒരുമിച്ച് തുളച്ചിട്ട് നമ്മൾ ഹാൻഡിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 532 ബിറ്റ് ഇട്ടിട്ടാണ് ഹോൾസ് അടിക്കണത്. അപ്പോൾ ഇതിൽ 10 ഇഞ്ചിൻ്റെ ഹാൻഡിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വർക്കിൽ അലുമിനിയത്തിൻ്റെ പ്രൊഫൈൽ യൂസ് ചെയ്തിരിക്കുന്നത് ചാമ്പ്യൻ സ്റ്റീൽ പറയുന്ന ഒരു കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഷീറ്റ് PVC ലാമിനേറ്റ് ഷീറ്റ് വുഡൻ കളറിലാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. 1.25 ഫ്രെയിം വെച്ചിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡോറിൻ്റെ വിഡ്ത്തളവ് കട്ട് ചെയ്യണത് നമ്മൾ ഉള്ളളവെന്ന് 1.18 കൂട്ടിയിട്ടിട്ടാണ് വിഡ്ത്തളവ് കട്ട് ചെയ്യണത്. ഹൈറ്റ് ഈ ഫ്രെയിമിൻ്റെ ഫുൾ അളവ് എടുത്തിട്ട് അതിന്ന് 3/4 ഇഞ്ച് ലൂസ് ഇട്ടിട്ടാണ് ഡോറിൻ്റെ ഹൈറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോ സൈറ്റിൽ വർക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹൈറ്റ് എത്ര ലൂസ് ഇടേണ്ടത് അതല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കണ്ട. അപ്പോൾ ഹൈറ്റ് എല്ലാ വർക്കിനും സെയിം ആയിട്ട് വരില്ല. അപ്പോൾ അത് അവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് അളവെടുത്തിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഹാൻഡിൽ ഫിറ്റിങ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു ഡ്രോവർ വരുന്നുണ്ട്. അപ്പോൾ ആ ഡ്രോയുടെ ലോക്ക് വെക്കുന്നതാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ലോക്ക് വെക്കുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ അതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ ചെയ്യണത് പറഞ്ഞത് ഹാൻഡിൽ സെക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് കട്ട് ചെയ്യണത്. അപ്പോൾ അത് സാധാ ഫ്രെയിമിലാണ് നമ്മൾ ലോക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ഇത് ഡ്രോവറിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഹാൻഡിൽ സെക്ഷൻ വെച്ച് കൊടുത്തിരിക്കുന്നത്.
ഡ്രോവറിൻ്റെ ഔട്ടർ ഫ്രെയിം നമ്മൾ 1.25 സ്ക്വയർ വെച്ചിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഡോറിൻ്റെ കനം നമ്മൾ ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡ്രോവറിൻ്റെ ഹൈറ്റ് അളവെടുക്കുമ്പോൾ നമ്മൾ ആകെ 1/2 ഇഞ്ച് ലൂസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ടോപ്പിൽ 1/4 ഇഞ്ചും അടിയിൽ 1/4 ഇഞ്ചും ആയിട്ടാണ് ലൂസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോപ്പിൽ തന്നെ ഹാൻഡിൽ സെക്ഷൻ ഇട്ട് കൊടുക്കാനും അതുപോലെ ടോപ്പിൽ തന്നെ ലോക്കും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഫ്രെയിം അടിച്ചതിന് ശേഷം നമ്മൾ ഇതിന് ലോക്കിൻ്റെ ഹോൾസ് അടിക്കുന്നത് 2 ഇഞ്ചിലാണ്. ഹാൻഡിൽ സെക്ഷൻ്റെ ടോപ്പിൽ നിന്നാണ് 2 ഇഞ്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ലോക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ സെക്ഷനിൽ തന്നെ നമുക്ക് 4 ഹോൾസും അടിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഡ്രോവറിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ അളവെടുക്കുമ്പോൾ ഫ്രെയിമിൻ്റെ ഹൈറ്റിൽ നിന്ന് 1/2 ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കുക. അതുപോലെ വീതി അളവെടുക്കുമ്പോൾ നമ്മൾ ഉള്ളളവിൽ നിന്ന് 1/2 ഇഞ്ച് കൂട്ടിയിട്ടിട്ടാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അത് ഡ്രോവറിൻ്റെ ഫ്രണ്ടേജ് തടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ലോക്ക് വീഴാനുള്ള ഹോൾസ് ഇപ്പോൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തത് നമ്മൾ പ്ലസ് ക്യൂക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡ്രോവർ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ആ വാർഡ്രോബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തൊട്ട് മറ്റൊരു ബെഡ്റൂമിലുള്ള വാർഡ്രോബിൻ്റെ വർക്കാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് കാണിക്കണില്ല, ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഷീറ്റ് ഒട്ടിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കബോർഡിൽ നമുക്ക് വ്യത്യസ്തമായിട്ട് വരുന്നത് ഇതിൻ്റെ കോർണർ, വാർഡ്രോബിൻ്റെ കോർണറിൽ അവർ ഫെറോ സ്ലാബിൽ തന്നെ ഒരു 3 തട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തട്ട് ഒന്നും കൂടെ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 സൈഡിലും ഷീറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഡ്രോവർ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഹെഡായിട്ട് 1 ഇഞ്ച് സ്ക്വയർ മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഷീറ്റിൻ്റെ എൻഡിലായിട്ട് തന്നെ ഒരു ബാത്റൂം ഡോറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ ഡോറ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ലുക്കായിട്ട് മാറും. അപ്പോൾ അത് വുഡൻ കളറിൽ തന്നെ നമ്മളൊരു ബാത്റൂം ഡോറും കൂടി അവിടെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എൻഡിലെ ഷീറ്റിൻ്റെ എഡ്ജ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലൈറ്റ് ആംഗിൾ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റാക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ വാൾഡ്രോബ് സെറ്റ് ചെയ്യുമ്പോൾ അത് ഹെഡ് സെക്ഷനോ അല്ലെങ്കിൽ സ്ക്വയറോ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ് നമ്മൾ ടോപ്പിലേക്ക് നിർത്തണമെങ്കിൽ ആ ഒരു അളവും കൂടി കമ്മിയാക്കിയിട്ട് വേണം നമ്മൾ ഫ്രെയിം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കബോർഡിൻ്റെ വർക്കും ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കിച്ചണിലാണ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കിച്ചണിലെ വർക്കും കൂടി എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ കിച്ചണിൽ നമ്മൾ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യം കിച്ചണിൽ ഔട്ടർ ഫ്രെയിം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് 1.5 ഫ്രെയിമിലാണ്. അപ്പോൾ ഇതിൽ ടോപ്പിലിട്ട ഗ്രാനൈറ്റ് ആകെ 2 ഇഞ്ച് തള്ളിച്ചാണ് പുറത്തേക്കുള്ളൂ. അപ്പോൾ 1.25 ഫ്രെയിമിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് പുറത്തോട്ട് ചാടി നിൽക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1.25 തന്നെ ഫ്രെയിം ചെയ്തെടുത്തിട്ടുള്ളത്. 1.25 ഫ്രെയിം ഇട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ശ്രദ്ധിച്ചിട്ട് വേണം അത് അളവൊക്കെ എടുക്കാൻ. ഫസ്റ്റ് വിടുത്ത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ 1.18 അര നൂലും കൂട്ടിയിട്ട് വേണം ഉള്ളളവെന്ന് ഡോറ് കട്ട് ചെയ്യാൻ. അതുപോലെ ഹിഞ്ചസ് ചെറുതായിട്ട് ഉള്ളിലേക്ക് ചാടി നിൽക്കും. ഷോർട്ട് ആമിൻ്റെ ഹിഞ്ചസാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ബീം വരുന്ന ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഹിഞ്ചസ് വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ട് ചിപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ ഒരേ പോസ്റ്റിൽ തന്നെ 2 ഹിഞ്ചസും കൂടെ വരുമ്പോൾ നമുക്ക് സെൻറ്റർ ഗ്യാപ്പ് കുറച്ച് ജാസ്തി വരും. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഡോറ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 1.25 തന്നെ ഇവിടെ റിസ്ക് എടുത്തിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വാർഡ്രോബിൻ്റെ ഡോറിലും
അതുപോലെ കിച്ചൻ്റെയും എല്ലാ ഡോറിലും നമ്മൾ മാഗ്നറ്റും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്ത വർക്ക് മൊത്തം നമുക്കിനി ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ ഡ്രോവർ സെറ്റ് ചെയ്യണതിൻ്റെ വർക്കൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ആ വീഡിയോ പോയിട്ട് കാണാം. അതുപോലെ തന്നെ ഡോറിൽ ലോക്ക് വെക്കണത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് എല്ലാം നമ്മൾ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പോയി വാച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫുള്ള് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡബിൾ ഡോറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ വർക്കിൽ നമ്മൾ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കണ്ട വിചാരിച്ചിട്ടാണ് നമ്മളത് ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഗ്രാനൈറ്റും കൂടി വരാണ്ട് അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളൂ. പിന്നെ ഇതിന് നേരെ മുകളിലായിട്ട് തന്നെ നമ്മൾ ചെറിയ 2 കബോർഡും കൂടെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്ത വർക്കിനെ കുറിച്ചിട്ട് ഞാൻ ഒരുവിധം പോയിന്റുകളൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലുള്ള കണ്ടൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിലും നല്ലൊരു കണ്ടൻറ്റുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.